SKN40 കേരളയാത്രയുടെ മൂന്നാം ദിനമായ ഇന്ന് കൊല്ലം ജില്ലയിലാണ് പര്യടനം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തിയുള്ള യാത്ര പുരോഗമിക്കുകയായിരുന്നു. അഞ്ചൽ ജംഗ്ഷനിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി. ഹലോ അഞ്ചൽ ചന്തമുക്ക്, എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മളൊരു യാത്രയായിട്ട് ഇറങ്ങിയതാണ്. ലഹരി ഇപ്പൊ ഇവിടെ കൂടുതല, അതുകൊണ്ട് ലഹരി ഇവിടെ കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞു. ഇന്നലെ പിടിച്ചാൽ ഇന്നലെ MDMA പിടിച്ചോ? 780-90 മില്ലി 780 ഗ്രാം MDMA പിടിച്ച സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഈ MDMA കൊണ്ടുവരുന്നവനെ പിടിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഇത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. കേരളം, സാംസ്കാരിക കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ എല്ലാ എക്സൈസും പോലീസും ഇപ്പോഴാണിത് പിടിക്കാൻ തുടങ്ങിയത്. ഇത് വളരെ നേരത്തെ ചെയ്യണമായിരുന്നു. ടൗൺ വാർഡ് മെമ്പറാണ്. എന്താ പേര്? ജാസ്മിൻ. പിന്നെ നമ്മുടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിലോട്ട് തന്നെയാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ പൊതുവെ ഈ നിങ്ങളുടെ അഞ്ചൽ പഞ്ചായത്തിലൊക്കെ? ഈ അടുത്ത സമയത്ത് 3-4 പ്രാവശ്യം MDMA ആയിട്ട് പിടിച്ചു. MDMA കഴിച്ചിട്ട് ആരെങ്കിലും വല്ല അക്രമം നടത്തിയ സംഭവം ഉണ്ടോ? പ്രസിഡന്റ് പേരെന്താ? നൗഷാദ്. ഈ വാർഡിലെ മെമ്പറും കൂടെ ഉണ്ട്. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘടിപ്പിക്കുക, ബോധവൽക്കരിക്കുക. തീർച്ചയായിട്ടും അതേ കണക്ക് തന്നെ. ഇത് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മൊത്തത്തിൽ ഇതിനു വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മയക്കുമരുന്ന് മാഫിയകളെ കൂടെ പിടിക്കും. തങ്കമണി സർ, റിട്ടയർഡ് ഫ്രം മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഒരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ നടക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികളെ ഇവരെ സ്വാധീനിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെല്ലാരും ശക്തമായിട്ട് എതിർക്കുക, ഒറ്റക്കെട്ടായി കേരളം മുഴുവൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞാൽ ഇത് അഞ്ചൽ പഞ്ചായത്താണ്, അതിന്റെ പ്രസിഡന്റാണ് ഇദ്ദേഹം. സാറിന്റെ ഇന്നലെ ഒരു ടോക്ക് ഞാൻ കണ്ടായിരുന്നു. വെഞ്ഞാറമൂട് അവിടെ പോയി അവരെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിതാവ് എന്ത് ചെയ്തു? പുള്ളി സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ആ പുള്ളി നേരിട്ട കാര്യങ്ങൾ നിന്നുറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അവിടെ നമ്മളവിടെ ചില സുഹൃത്തുക്കൾ, ചേട്ടാ മാറിക്കോ, വണ്ടി വരുന്നു. ചുമ്മാ പറഞ്ഞു ചേട്ടാ, നാളികേരത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയുണ്ട്? ഇത് പേടാന്നോ? ഇത് പേടല്ലല്ലോ. അല്ല, 75 രൂപ കിലോയ്ക്കോ? ഇന്ന് എന്താ ചേട്ടാ ഇത് എത്ര വില കൂടിയത്? ചേട്ടാ എന്താ ഒളിച്ചിരിക്കുന്നേ? കച്ചവടം ചെയ്യണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങ്. ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് അബ്ദുൽ അസീസ്, അസി എന്ന് പറയും. എപ്പോഴും കാണാനുണ്ട്. ഉണ്ടോ? പിന്നെ സന്തോഷം. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഇല്ല, ഒപ്പം കഴിപ്പ് കുറവല്ലേ? പ്രമേഹം ഉണ്ടോ? എല്ലാം ഉണ്ട്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുണ്ട്. സന്തോഷം. നിങ്ങളാണ് ശക്തി കേട്ടോ. അപ്പൊ എത്ര മണിക്ക് തുടങ്ങും രാവിലെ ജോലി? 9:30. എപ്പോ തീരും? 5:30. പേരെന്താ? രാധാകൃഷ്ണൻ. ഓക്കെ. അപ്പൊ അങ്ങനെ രാധാകൃഷ്ണൻ ഒരു ഇടപാട് തീർച്ചയായിട്ടും. അമ്മമാരെയൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. ഹലോ, സുഖല്ലേ? സാറിനെ ഞങ്ങൾ എപ്പോഴും കണ്ടോണ്ടിരിക്കും. ആൾക്കാര് നിൽക്കുന്ന സാറിനെ കാണാനും വണ്ടി ഇപ്പൊ TV കാണുന്നില്ല. സന്തോഷം. ഞങ്ങള് കച്ചവടത്തിന് വന്നേ, തുണിയുടെ നൈറ്റേയും കൊണ്ടൊക്കെ അറിഞ്ഞോണ്ടിരിക്കുക സാറേ. വലിയ പ്രശ്നമാ നാട്ടിലൊക്കെ. മാറാൻ പോകുന്നില്ല സാറ്, അതെല്ലാം നിർത്തലാക്കണം. മെമ്പർ നമ്മുടെ കൂടെ ശക്തിയായിട്ട് നിൽക്കുകയല്ലേ? ESI പോയി മരുന്ന് മേടിക്കാൻ. വയ്യ. ഇവിടെ അഞ്ചൽ പഞ്ചായത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ അഞ്ചൽ പഞ്ചായത്തിനെ അറിയിച്ചേക്കണം. അപ്പോൾ ആരെങ്കിലും ഇന്നലെ ഇവിടെ MDMA ഒക്കെ പിടിച്ച സ്ഥലമാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ നമുക്കൊരു ഷോക്കായി പോയി. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ MDMA കാണല്ലേ നമ്മുടെ ആഗ്രഹം. എന്തായാലും പോലീസ് ശക്തമാണ്, എക്സൈസ് ശക്തമാണ്. ചേട്ടാ, എന്താ ചേട്ടാ വിശേഷങ്ങള്? ഓക്കെ. എങ്ങോട്ടാ ചേട്ടൻ്റെ വണ്ടി? ഇപ്പൊ മുല്ലൂർക്ക്. ഓവർ സ്പീഡ് എടുക്കരുതേ. സമൂഹം നന്നാവണമെങ്കിലല്ലേ കുടുംബം നന്നാക്കണം. എന്നുവെച്ചാൽ പേരൻസ് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കണം. അഞ്ചലിനെ സംബന്ധിച്ച് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടണമാണ്. കുറച്ച് നാളിന് മുൻപൊക്കെ ഈ അഞ്ചൽ രാത്രികാലങ്ങളിലൊക്കെ തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. അഞ്ചൽ ബൈപ്പാസിൻ്റെ വരവോടുകൂടി ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വരികയും ഇപ്പോൾ NH ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അതുവഴിയുള്ള ഗതാഗതം കുറയുകയും ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ അഞ്ചൽ വഴിയൊക്കെ മാപ്പ് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് കൂടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു വികസനം ഉയരുകയും കച്ചവടങ്ങൾ കൂടുകയും അത് തന്നെ ലഹരി മാഫിയയും ഇതൊരു കച്ചവടങ്ങൾ കൂടാനുള്ളൊരു സാഹചര്യമായിട്ട് കാണുക. അതിന് അനുവദിക്കാതെ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയമൊന്നും വേണ്ട. അപ്പോൾ താങ്ക് യു ആൾ. അപ്പോൾ മെമ്പറെ താങ്ക് യു. കാണാം. ഓക്കെ. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, ഫോട്ടോ എടുത്തോളൂ നമ്മളെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. SKN40 യാത്രയുടെ വിശദാംശങ്ങൾ 24 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്.